മായന അസ്സലാമലൈക്കും. എന്നാണ്ട് വിശേഷമൊക്കെ? ഇതൊന്ന് കുത്തിക്കേ. എങ്ങനെയുണ്ട്? അപ്പൊ എപ്പോ കട തുറന്നു? വെളുപ്പിന് 3 മണിക്കാ. എത്ര മണി വരെ? അപ്പൊ ഉറക്കമില്ല ഇയാൾക്ക്? വെളുപ്പിന് 3 മണി മുതൽ ചായ ഉണ്ടോ? ചായയും വെള്ളവും. ആ, വെള്ളം എന്നൊക്കെ ഉണ്ട്. ഇപ്പൊ നടക്കള്ള ആളെ പുറത്തേക്ക് ഇറങ്ങല്ല. അതെയോ? പിന്നെ നാരങ്ങാവെള്ളം വേറെ തന്നെ ഐറ്റം ഉള്ളത്? ഫ്രഷ് ഐറ്റംസ്, ഫ്രഷ് ജ്യൂസ് ഉണ്ട്, ആ, എല്ലാത്തിനും വെറൈറ്റിയാണ്. അതെല്ലേ? അപ്പൊ വെളുപ്പിന് 3 മണി മുതൽ ഈ നാടൻ കട എന്ന് പേരിട്ട് തന്നെ നാടൻ ഐറ്റം മാത്രമേ ഉള്ളൂ? നാടൻ ഐറ്റം മാത്രമേ ഉള്ളൂ. അപ്പൊ നാടൻ പാലിലുള്ള ചായ ആണ്? സാധാ പാല് തന്നെ നാടൻ സ്റ്റൈലിലാണ് കൊടുക്കുന്നത്. അപ്പൊ ഒരു 2 ചായയും എടുത്തേ. ഇവിടുത്തെ സാധനം കൊടുത്തോ. രാവിലെ വെളുപ്പിന് 3 മണി മുതൽ ഇവിടെ കട തുറന്നേക്കടെയാണ്. ഇവിടെ ഭായിമാരൊക്കെ നല്ല തിരക്കാണ്. കസ്റ്റമറൊക്കെ ഉണ്ട്, പുതിയ കസ്റ്റമറൊക്കെ ഉണ്ട്. അല്ല, മായിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഒറ്റ ചായയാണ്. പാലും ചായയോടെ കൂടി ഇങ്ങനെ തിളപ്പിച്ച് കുറെ നേരം ഇങ്ങനെ വച്ചേക്കണ പരിപാടിയില്ല. ആള് വരുമ്പോ തന്നെ ചായ ചോദിക്കുമ്പോ തന്നെ ഓരോ ചായ എടുത്തു കൊടുക്കുവാണ്. നല്ല വെറൈറ്റി ചായ ആയിരിക്കും. ദൂര സ്ഥലങ്ങളിൽ നിന്ന് വരെ ആളുകൾ വരാറുണ്ടല്ല? വെളുപ്പിന് 3 മണി വരെ വരും, വന്നോണ്ടിരിക്കും. ഒന്ന് വന്നവൻ പിന്നെ സ്ഥിരമായിട്ട് വന്നോണ്ടിരിക്കും. അത് കറക്റ്റാണ്. ഇതിന്റെ പ്രത്യേകത എന്താ വെച്ചാൽ ചായ അപ്പൊ വരുമ്പോ വന്ന് ചോദിക്കുമ്പോ തന്നെ വേറെ ഒന്നുമില്ല. അതുകൊണ്ട് ചായ കുടിച്ച ആൾക്കാർക്ക് തൃപ്തിയാവും. കാരണം വരുമ്പോ തന്നെ തേയിലയും പഞ്ചസാരയൊക്കെ ഇട്ട് നമ്മള് വീട്ടിലുണ്ടാക്കുന്ന രീതിയിൽ ഉണ്ടാക്കുന്നത് കാരണം വരുന്നവർക്ക് ഇഷ്ടപ്പെടും. വന്നോ പിന്നെയും വരും ഇല്ല? അതെ അതെ അതെ. പിന്നെ ചായക്ക് വേറെ തന്നെ കടികളുണ്ടല്ലേ? ചെറിയ കടികളുണ്ട്. ഇന്നിപ്പോ ഞായറാഴ്ച ആയതുകൊണ്ട് ചെറിയ കുറവ് വരും അല്ലേ? ഞായറാഴ്ച ഫുൾ ടൈം ഉണ്ടോ കട? ഉച്ചവരെ എടുക്കാറുള്ളൂ. വൈകുന്നേരം എടുക്കും. നമുക്കതൊന്നും പ്രശ്നമല്ല. പിന്നെ ഇവിടെ നമ്മുടെ പണ്ട് പഴയ രീതിയിൽ നമ്മുടെ സ്കൂളിന്റെ പഴയ രീതിയിലുള്ള മിഠായികളൊക്കെ ഒരുപാടുണ്ട് കേട്ടോ. നമ്മുടെ സ്കൂളിന്റെ ഭാഗത്തൊക്കെ നമ്മൾ പണ്ട് കിട്ടിക്കൊണ്ടിരുന്ന മിഠായികൾ ഒക്കെ ഇങ്ങനെ ഒരുപാട് മിഠായികൾ അങ്ങനെ ഐറ്റംസ് ഉണ്ട്. ചേട്ടാ നമസ്കാരമുണ്ട്. ഒരു ചായയുടെ കുടിക്കും. ഒന്ന് വന്നവൻ പിന്നെ വരാതിരിക്കൂല. അതാണ് ഒരു പ്രത്യേകത. നല്ല ടേസ്റ്റി ആയിട്ട്. കാരണം സാധാരണ രീതിയിൽ എല്ലാ കടകളിലും പാലും വെള്ളം അങ്ങനെ എപ്പോഴും ഇങ്ങനെ തിളച്ചോണ്ടിരിക്കുക. എന്നിട്ട് തേയിലേക്ക് ഇട്ടിട്ട് ആ സഞ്ചിയിലിട്ടിട്ട് ഓരോരുത്തർക്കും ഇങ്ങനെ എടുത്തോണ്ടിരിക്കുകയാണ്. ആ, അപ്പൊ മായെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വരുമ്പോ തന്നെ ഒരു ചായ വെച്ച് അപ്പൊ തന്നെ ഒറ്റ ചായ ഒരു ഗ്ലാസ്സിലേക്ക് എല്ലാം മിക്സ് ചെയ്ത് അപ്പൊ തന്നെ തേയില ഇട്ട് തരുക. തേയില എങ്ങനെ ഇരുന്ന് തിളയ്ക്കൊന്നുമില്ല. അതാണ് ഒരു പ്രത്യേക ടേസ്റ്റ് വന്നത് അല്ല? സ്ഥിരമായിട്ട് വരാറുണ്ട് മായന്റെ അടുത്ത്. എവിടെ വീട് എവിടെയാ? ഇവിടെ അടുത്ത് തന്നെയല്ലേ? എങ്ങനെയുണ്ട് ചായ? ചായ വെളുപ്പിന് 3 മണിക്ക് ഓക്കെയാണ് ഇവിടെ ചായ. രാത്രി 10 മണി വരെ ഉണ്ടെന്നാ പുള്ളി പറയണേ. ഉറക്കമില്ല പുള്ളിക്ക്. ഏതാണ്ട് നല്ല പഴയകാല മിഠായികളായിട്ട് ഇരിക്കുന്നത്. പണ്ട് നമ്മൾ സ്കൂളിലൊക്കെ പഠിക്കുന്ന സമയത്ത് സ്കൂളിൻ്റെ പരിസരത്തുള്ള കടകളിൽ നിന്ന് കിട്ടുന്ന ഐറ്റംസ് ആണ് എല്ലാം. ഏതാണ്ട് പഴയ ഗ്യാസ് മിഠായി, കട്ടി മിഠായി, ചെറിയ ഉണ്ട മിഠായി, മാങ്ങ മിഠായി, പഴയ ഐറ്റം ഒന്നും പറയാനില്ല. പഴയ മോഡൽ തന്നെ അങ്ങനത്തെ ഒരു സംഭവമാണ്. നല്ല സൂപ്പർ ചായ. അസ്സലാമലൈക്കും. എന്നാണ്ട് വിശേഷം? രാവിലെ തന്നെ ചായ കുടിക്കാൻ വന്നാണോ? മായിന്റെ ചായ എങ്ങനെയുണ്ട്? സൂപ്പർ ചായ. ചോർക്ക് പറഞ്ഞ് സൂപ്പർ ചായ അല്ലേ? എന്നും വരും. ഇതെന്നാ സംഭവം? എന്നാ ഫോറിൻ സാധനം കച്ചവടം? ആ, വാച്ച് എല്ലാം ആയിട്ടുണ്ടല്ലോ, റാഡോ എല്ലാം ആയിട്ടുണ്ടല്ലോ. ഇതെന്നാ സംഭവം? മൈക്കോ? ഇതെന്നാ പാട്ട് പാടാനാ? അതെയാ? ആ, പോവാ. മറ്റേ ഒരു ലുക്കുമാനിയ പായസം വിൽക്കണ്ട ഒരു ഇക്ക. അത് ഇതുപോലത്തെ മൈക്കോ കാണിച്ചു. അത് കണ്ടോ വീഡിയോ? ആ, ഞായറാഴ്ച രാവിലെ ഇവിടെ വന്നിരുന്ന ചായ കുടിക്കാൻ പറ്റുന്നവരൊക്കെ എങ്ങനെ മേടിക്കൂല? ആ, ഇതൊക്കെ ഇതന്നെ ഒറിജിനൽ മറ്റേ റാഡയിലാ? ഏതാ? അതെയല്ല. ഇതെന്ത് വിലയുണ്ടോ? 3500 രൂപ. കുറഞ്ഞതൊക്കെ ഉണ്ടല്ലോ. ആ,
അപ്പൊ എത്ര മണിക്ക് വന്നാ ഇവിടെ? ഞാൻ ഇവിടെ ഒരു 4 മണിയാകുമ്പോൾ വരും. 4 മണിയാകുമ്പോ വരും. മായൻ 3 മണിക്ക് വരും. മായന് ഉറപ്പില്ലാന്ന് പറയണം. കാരണം പൈസ ഇല്ലാന്ന് പറഞ്ഞാൽ കിട്ടൂല. അതെല്ല. ആ മായന്റെ ചായ സൂപ്പറാട്ടോ. ഞങ്ങള് കുടിച്ചു പോലെ ഞാൻ 2-3 ചായ കുടിക്കും. അതെല്ല, നല്ല സൂപ്പറാ. ഒറ്റ ചായ കിട്ടണേ. സാധാരണ ഇങ്ങനെ പാലും പിന്നെ വെള്ളമൊക്കെ ഇങ്ങനെ തിളച്ച് ഇങ്ങനെ ഇരിക്കും. ആ വീട്ടിലുണ്ടാക്കുന്ന അതേ രീതി തന്നെയായിരിക്കും ചായക്ക്. ഓക്കെ എന്നാ ഇത് തന്നെ. ഇതിങ്ങനെ ചെറുതായിട്ട് എഴുതി വെച്ചാണ്. പഠിച്ചവനെ എനിക്ക് തന്നതിൽ വെച്ച് ഏറ്റവും നല്ല കഴിവാണ് മറവി. ഇല്ലെങ്കിൽ ഇന്നലെ എന്നെ വേദനിപ്പിച്ചവരെ നോക്കി ഇന്ന് എനിക്ക് പുഞ്ചിക്കാൻ കഴിയുമായിരുന്നില്ല. ഇതിങ്ങനെ ഒത്തിരി എഴുതി വെച്ചിട്ടുണ്ടല്ലേ? ഇതന്നെ സംഭവം ഇതന്നെ സംഭവം എന്നത് അതെ. അപ്പം മായനൊരു കലാകാരനും കൂടിയാണല്ലോ. എന്നാ പാട്ട് ചെയ്തോ? പാട്ടോ? പാട്ട് ചെയ്തോ? ആൽബം പാട്ടുകള്, കവിതകള്. അതെ, അത് ശരി. അപ്പൊ ഇയാളൊരു സംഭവമാണ്. ഇപ്പൊ ഏതിനു വേണ്ടിട്ട്? ഏറ്റവും പുതിയതായിട്ട് ആദ്യമായിട്ട് തുടങ്ങുന്നത് സാധു സംരക്ഷണ സമിതിക്ക് വേണ്ടിയിട്ടാണ് ഫസ്റ്റ് പാട്ട് എഴുതുന്നത്. പാട്ട് എഴുതിയതാ? അത് വർഷങ്ങൾക്ക് മുമ്പ്, എത്ര വർഷം ഞാൻ കറക്റ്റ് ഓർക്കല. അന്ന് മുതൽ ഇപ്പൊ ഇതോളം ആൽബങ്ങൾക്കും പാരഡി ഗാനങ്ങളൊക്കെയാണ് നമ്മൾ എഴുതിക്കൊണ്ടിരിക്കുന്നത്. അത് ശരി. ഏറ്റവും പുതിയൊരു പാട്ട് നമ്മുടെ സെലിം കൊടുത്തുനിന്ന് വേണ്ടിയിട്ട് ഒരു ആൽബം 4 പാട്ട് എഴുതാൻ പറ്റിയിട്ടുണ്ട്. അതെ, റിലീസായിട്ടില്ല. അത് ഏതിന്റെ ആയിരുന്നു? അതിന്റെ പേരെന്നായിരുന്നു? അതിന്റെ പേര് പറയാൻ ഞാൻ എന്റെ കഥ. പറയാൻ ഞാൻ എന്റെ കഥ. പെരുമ്പാവൂരുകാര് മുഖേന മലപ്പുറത്താണ് അതിന്റെ വർക്ക് നടക്കുന്നത്. നമ്മൾ പാട്ട് മൂവാറ്റത് ഞാൻ മാത്രമേ ഉള്ളൂ. അതെ. പാട്ട് അപ്പൊ അടുത്ത് തന്നെ വേണ്ടിയിട്ട് നമ്മൾ ഒരുപാട് പാട്ടുകൾ എഴുതിയിട്ടുണ്ട്. അതെ, 4-5 പാട്ടുകൾ സെലിമിനോട് എഴുതിയിട്ടുണ്ട്. സെലിം കൊടുത്തൂരിനാ? ആഹാ. അപ്പൊ ഇയാളൊരു കലാകാരനും കൂടിയാണ്. നമുക്കറിയില്ല. നമ്മൾ അത്യാവശ്യം സാഹിത്യപരമായിട്ടുള്ള. അതെ, പാട്ടൊക്കെ പാടുവോ? പാടില്ല. നമുക്ക് നമ്മൾ പാട്ട് എഴുതിയ പാട്ടുകള് ഗായകർക്ക് പറഞ്ഞു കൊടുക്കും, പാടി കൊടുക്കും. അല്ലാതെ പാടാനുള്ള കഴിവ് നമുക്കില്ല. കൃത്യമായിട്ടൊന്നും ഉണ്ടാക്കല. എല്ലാ കഴിവും ഒരാൾക്ക് കിട്ടൂല്ലോ. അത്രേ ഉള്ളൂ. അപ്പൊ നമ്മുടെ മായിനൊരു കലാകാരനും കൂടിയാണ് കേട്ടോ. ഓക്കെ. അതാ നമ്മുടെ നാടൻകടയുടെ ലൊക്കേഷൻ വരുന്നത് മൂവാറ്റുപുഴ കീച്ചേരിപ്പടിയിലുള്ള MRF ടയറിന് ഓപ്പോസിറ്റ് ആണ് കേട്ടോ. അപ്പൊ എല്ലാ ദിവസവും 3 മണി മുതൽ രാത്രി 9 മണി വരെ ചായ വെള്ളമൊക്കെ ഇവിടെ കിട്ടുന്നതാണ്.